ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ താരലേലത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 350ഓളം പേരാണ് ഇപ്പോൾ അവസാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 1500ഓളം പേർ ഈ പട്ടികയ്ക്കകത്ത് ഇടം പിടിക്കാൻ വേണ്ടി നേരത്തെ പേര് ചേർത്തിരുന്നു. എന്നാൽ ഫ്രാഞ്ചൈസികൾ ടീമുകളുടെ അവസാന ലിസ്റ്റ് പുറത്തു വന്നപ്പോഴത്തേക്കും 350ഓളം പേർ മാത്രമേ ഇപ്പോൾ പട്ടികയ്ക്കകത്തുള്ളൂ. ആ പട്ടികയ്ക്കകത്ത് ഏകദേശം 11ഓളം മലയാളി താരങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ ഇപ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനകത്ത് സഞ്ജു സാംസണും പഞ്ചാബ് കിങ്സിനകത്ത് വിഷ്ണു വിനോദ് കളിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ലേല പട്ടികയ്ക്കകത്ത് ഇപ്പോൾ 11 മലയാളി താരങ്ങൾ ഇടം പിടിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ തുടർച്ചയായി കളിച്ചുകൊണ്ടിരുന്ന സച്ചിൻ ബേബി, പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയ മലയാളി പേസർ MT നിതീഷും ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ സംസ്ഥാന ടീമിന് വേണ്ടി ഇതുവരെ കളിച്ചിട്ടില്ലാത്ത ജിക്കു ബ്രൈറ്റ് ലേല പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ മുംബൈ ഇന്ത്യൻസിന്റെ നെറ്റ് ബോളർ ആയിരുന്നു ജിക്കു ബ്രൈറ്റ്. ഒരു ഓഫ് സ്പിന്നറാണ്. ടെന്നീസ് ബോൾ ക്രിക്കറ്റിനകത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്ലെയർമാരിൽ ഒരാളെ അറിയപ്പെടുന്ന ജിക്കു ബ്രൈറ്റ് ഇപ്പോൾ ലേല പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഏകദേശം 11ഓളം മലയാളി താരങ്ങളുള്ളത്. അത് മാത്രമല്ല, അതിൽ സയ്യദ് മുഷ്താഖ് അലി ക്രിക്കറ്റിനകത്ത് T20 ക്രിക്കറ്റിനകത്ത് തിളങ്ങിയ മലയാളി പേസർ KM ആസിഫിനാണ് ഏറ്റവും മികച്ച അടിസ്ഥാന വിലയുള്ള 40 ലക്ഷമാണ് KM ആസിഫിന്റെ അടിസ്ഥാന വില. അതല്ലാതെ 11ഓളം താരങ്ങളാണ് ഉള്ളത്. ആ കണക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും മലയാളി താരമായ KM ആസിഫിന് സയ്യദ് മുഷ്താഖ് അലി T20 ക്രിക്കറ്റിൽ 15 വിക്കറ്റാണ് ലഭിച്ചത്. 40 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയും രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും KM ആസിഫ് കളിച്ചിട്ടു എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. ബാക്കി 10 താരങ്ങൾക്ക് 30 ലക്ഷം രൂപയുടെ അടിസ്ഥാന വിലയുള്ള പട്ടികയാണ്. അതിൽ ഓപ്പണർ രോഹൻ കുന്നുമ്മലുണ്ട്, മധ്യനിര ബാറ്ററായ സൽമാൻ നിസാർ ഉണ്ട്, അഹമ്മദ് ഇബ്രാൻ ഉണ്ട്, പേസ് ബോളറായി ഏതൻ ആപ്പിൾടോം ഉണ്ട്, ചൈനാമൻ ബോളറായ വിഘ്നേഷ് പുത്തൂർ ഉണ്ട്, ഇടങ്കൈ സ്പിന്നർ ശ്രീഹരി നായർ, ഓൾറൗണ്ടർമാരായ അബ്ദുൽ ബാസിദ്, അഖിൽ സക്കറിയ, മുഹമ്മദ് ഷഫറുദ്ദീൻ എന്നിവരും പട്ടികയിലുണ്ട്. ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ വിഘ്നേഷ് പുത്തൂർ കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചതാണ്. മാത്രമല്ല പരിക്ക് മൂലമാണ് പിന്നെ പുറത്തിറങ്ങേണ്ടി വന്നത്. പരിക്കിന് മുൻപ് വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ച താരമായിരുന്നു വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ അവസാന പട്ടിക ഒഴിവാക്കിയപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. എന്നാൽ ഇപ്പോൾ വിഘ്നേഷ് പുത്തൂർ ഇപ്പോൾ ലേല പട്ടികയ്ക്കകത്തുണ്ട്. മാത്രമല്ല ഒരു ടീമിലേക്ക് കയറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് വിഘ്നേഷ് പുത്തൂരിന്റെ കാര്യത്തിൽ. എന്തൊക്കെയായാലും 11ഓളം മലയാള താരങ്ങൾക്കാണ് ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുള്ളത്, ലേലത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. അതിൽ എത്ര പേർ ഈ ടീമിൽ എത്തുമെന്ന കാര്യത്തിൽ സുപ്രധാനമായ ചോദ്യമാണ്. പലരും മികച്ച കളിക്കാർ തന്നെയാണ്. കഴിഞ്ഞ സയ്യദ് മുഷ്താഖ് അലി ക്രിക്കറ്റിനകത്തും പിന്നെ രഞ്ജി ട്രോഫിയുടെ ആദ്യ ഘട്ടത്തിനകത്തും മികച്ച പ്രകടനം നടത്തിയതിനു ശേഷമാണ് പല താരങ്ങൾക്കും ഇപ്പോൾ ടീമിൽ അവസരം ലഭിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ IPL കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും 350ഓളം താരങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലേലത്തിൽ പങ്കെടുക്കാൻ പോകുന്ന. 1000ഓളം താരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ 350ലേക്ക് ഫൈനലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, നേരത്തെ ഉണ്ടാവാതിരുന്ന ആദ്യത്തെ പട്ടികയിൽ ഉണ്ടാകാതിരുന്ന 35ഓളം താരങ്ങളെ വീണ്ടും ടീമുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരാൾ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ക്വിന്റൺ ഡിക്കോക്ക് ആണ്. ക്വിന്റൺ ഡിക്കോക്ക് കഴിഞ്ഞ ഇന്ത്യ സീരീസിൽ ഇന്ത്യക്കെതിരെ ഒരു സെഞ്ചുറി കൂടി നേടിയിരുന്നു. അതിനുശേഷമാണ് ആ താരത്തെ എടുത്തിട്ടുള്ള ഒരു ടീമിന്റെ പ്രത്യേക ആവശ്യം. IPL പങ്കെടുക്കുന്ന ഒരു ടീമിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ക്വിന്റൺ ഡിക്കോക്ക് വീണ്ടും ലേല പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതാണ് ക്രിക്കറ്റിന്റെ ബേസ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തത്. ഡൽഹി ക്യാപിറ്റൽസ് ആണ് ആ ടീം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ടീം വ്യക്തമായിട്ട് കിന്നൺ ഡിക്കോക്കിന് ആവശ്യമുള്ളതുകൊണ്ട് കിന്നൺ ഡിക്കോക്കിന്റെ പേര് ആ ടീം തന്നെ ആഡ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും അഫ്ഗാനിസ്ഥാന്റെ അറബ് ഗുൽ, വെസ്റ്റ് ഇൻഡീസിന്റെ കിം അഗസ്റ്റെ തുടങ്ങിയവർ ലേല പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മാത്രമല്ല, ശ്രീലങ്കയിലെ ട്രാവിൻ മാത്യു, ബിനുര ഫെർണാണ്ടോ, കുശാൽ പെരേര, ദുനിക് വെലലഗെ എന്നിവരും ലേലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയ അത് മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളെ കളിച്ചുകൊണ്ടിരുന്ന താരങ്ങളായിട്ടുള്ള ഫാഫ് ഡു പ്ലസിസ്, ഗ്ലെൻ മാക്സ്വെൽ തുടങ്ങിയ താരങ്ങൾ ഇത്തവണ IPL കളിക്കുന്നില്ല. അവർ IPL മതിയാക്കിയിരിക്കുകയാണ്. ആന്ധ്ര റസൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്രധാനപ്പെട്ട താരമാണ്. ആന്ധ്ര റസൽ IPL വിരമിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കോച്ചിങ് ടീമിലോട്ട് ഇടം നേടിയിരിക്കുകയാണ്. അങ്ങനെ വളരെ വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണത്തെ IPL താരലേലം നടക്കാൻ പോകുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. ലോക ക്രിക്കറ്റ് ശ്രദ്ധയോടെ കാണാൻ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ് IPL താരലേലം എന്ന കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. ഇത്തവണ 11 മലയാളി താരങ്ങളാണ് താരലേലത്തിന്റെ പട്ടികയ്ക്കകത്ത് ഉള്ളത്.